ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ട്രിവാൻഡ്രത്തെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന ചിറ്റിപ്പാറയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ 5:30 ഉറക്കം എണീറ്റിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് എൻ്റെ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഈ കാണുന്ന വഴിയാണ് നമ്മൾ ചിറ്റിപ്പാറയുടെ മുകളിലെത്തുന്നത്. നമ്മൾ ഈ പോകുന്ന രണ്ട് സൈഡിലും കാടാണ്, കുറച്ച് ദൂരം കാടാണ്. അത് കഴിയുമ്പോൾ നല്ല പാറയാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി കയറി മുകളിലെത്തണം. കുറച്ച് ക്ഷീണിക്കും നടന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൈ കരുതിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. മുമ്പേ റോഡ് മോശമായതിനാൽ നമ്മൾ ഒരുപാട് താഴെ വണ്ടി വച്ചിട്ട് നടന്ന് കയറണമായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ എത്തുമ്പോൾ നല്ല ടയേർഡാവും. ഇപ്പം മുകളിൽ വരെ വണ്ടി വരും. അവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന വഴിയെ നടന്ന് മുകളിലേക്ക് കയറിയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇതുവഴി കയറി അതുവഴി കയറി ഇങ്ങനെയൊക്കെ വന്നു. നമ്മൾ കുറേ നേരം ഇരുന്നു കേട്ടോ. പറഞ്ഞ ടീമാണ്. പോട്ടെ, നമുക്ക് സ്റ്റോറി മൂടി പോവാം. നമ്മൾ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വന്നപ്പോഴാണ് ചേട്ടാ, ഒരു വർഷം മുന്നേ, അതായത് ലോക്ക്ഡൗൺ സമയത്ത്, ജനുവരി സമയമാണ്. ലോക്ക്ഡൗൺ സമയത്ത് വന്ന് രാവിലെ ഞാനും ഹരിചന്ദ്രനും കൂടെ വെളുപ്പിന് കഴിച്ചുകുത്തി വന്നിട്ട് ഇവിടെ വന്ന് മര്യാദയ്ക്ക് മകളിലെല്ലാവരും നിന്ന്. ഇപ്പോൾ താഴെ പോലീസുണ്ട്. അവരൊന്നും പറയണമെന്നും നേരെ താഴെ നിന്നിറങ്ങി ഏറ്റവും ലാസ്റ്റ് ഫോണെന്ന് പറഞ്ഞാൽ അവർ മറ്റേ പുതിയ കട പോലെ ഫുൾ ഫോൺ. എവിടെ നിന്ന് പോയാൽ എല്ലാവരുടെയും ഫോൺ മേടിച്ച് വെച്ച് ഒരു ഡിവൈസിന് 500 രൂപ വെച്ച്. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. പക്ഷെ നേരത്തെ പോലെ അല്ല കേട്ടോ, ഇപ്പൊ വന്ന് വണ്ടി മുകളിൽ പോലെ വരും. അതാണ് ഇത് കുഴപ്പമില്ല. ഇത് നമ്മളത് ഈ സമയത്ത് വന്ന് നടന്ന് കയറണമെങ്കിലേ തേഞ്ഞൊട്ടി തന്നെ. പിന്നെ ഇവിടെ വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മളിപ്പോൾ നടന്നു പോണത് കാട്ടിനകത്തൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ പോലീസിന് വകുപ്പുണ്ട്. റിസർവ് ഫോറസ്റ്റ് ആണ്. കാട്ടിനകത്ത് അതിക്രമിച്ച് കയറി എന്നുള്ള കേസിൽ നിങ്ങൾക്കെതിരെ 40,000 രൂപ പിഴയും 2 വർഷം വരെ തടവും. ആര് തടവ് വന്ന ഊള ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട, പോലീസുകാർ തന്നെ തടവും. ഓ ചാട്ടം, മിന്നുവിൻ്റെ അതിഗംഭീരമായ ചാട്ടം. മിന്നു പുളുത്തി. എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ശ്വാസം പുറത്തോട്ടെടുക്കാൻ പറ്റില്ല. പുറത്തോട്ടല്ല, അകത്തോട്ട്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് രാവിലെ 5:30 ഉറക്കൊണ്ടിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്? നേരെ എവിടെ നിന്ന് അവിടെ ആയിരിക്കും സൂര്യൻ വരുന്നത്. പക്ഷെ ഇന്ന് പൊതുവെ മഞ്ഞ് കുറവാണ്. ഇങ്ങനെ അല്ലല്ലെങ്കിൽ അടി കാണാനേ പറ്റൂല.
നിൻ്റെ വക എന്തെങ്കിലും ഒരു പത്ത് ഡയലോഗ്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ട് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ പോ. വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഉപ്പ് വെള്ളം എന്തെങ്കിലും ആയിട്ട് വരണം. കാരണം ഈ പാറ മുഴുവൻ ഇങ്ങ് കയറി വരുമ്പോൾ നല്ല ടയേർഡാവും. ഞാൻ മുമ്പ് ഒരിക്കൽ വന്നപ്പം വണ്ടി അങ്ങ് താഴെ ഇട്ടിട്ട് കയറി വരാനേ പറ്റുള്ളൂ. ഇപ്പോൾ റോഡ് ക്ലിയർ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാംഗോ ഫുഡ് താഴെ വെച്ചിരുന്നു. ഇത് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അത്ര നല്ലതായിരിക്കും. പെട്ടെന്ന് ടയേർഡാവും. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ല ഗ്രിപ്പുള്ള ചപ്പൽ ഓർ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് വരാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ തെന്നാനുള്ള സാധ്യതയുണ്ട്. നല്ല ഇറക്കമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇറങ്ങേണ്ടതാണ്. പറ്റും വേണ്ട. അത്രയും പോയാൽ പോരെ? അതിൻ്റെ മണ്ട വേണേൽ കയറി പോവാം അതുവഴി. പക്ഷേ നീ അത്രയ്ക്ക് റിസ്ക് അങ്ങോട്ട് എടുക്കണം. ഇങ്ങനെയൊക്കെ കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ. നമുക്ക് ഇത് വേണേൽ
തോന്നുമ്പോൾ ശരിക്കും ചെറിയൊരു സ്ലീപ്പാണ്, നല്ല കേട്ടോ, നല്ല ഇറക്കമാണ്. ഇങ്ങനെ പോയിട്ട് 40-45 ഡിഗ്രി ഇറക്കവും. ഇതാണ് റോഡ്. മുൻപേ ഞാൻ വന്നപ്പോൾ ഇവിടെ വരെ വണ്ടി വരത്തില്ലായിരുന്നു, നടന്ന് വരണമായിരുന്നു. കുറച്ച് വലിയ ടാസ്ക് ആയിരുന്നു നടന്നിങ്ങനെ കയറുന്നത്. ഇപ്പോൾ വണ്ടി ഇവിടം വരെ വരും. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഈ വഴിയെ നമ്മൾ മുകളിലേക്ക് കയറിയാൽ മതി. ഈ അമ്പലത്തിലാണ് നമ്മൾ ചെണ്ടമേളത്തിനൊക്കെ വരും കേട്ടോ. അച്ഛനാണ് ഇവിടെ ചെണ്ടമേളം ചെയ്യുന്നത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അച്ഛൻ പറഞ്ഞു അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗിരീഷിൻ്റെ മോളാണെന്ന് പറഞ്ഞു. മുമ്പാണെങ്കിൽ നമ്മളിത് ഫുൾ നടന്നു വരണം. ഇപ്പം എളുപ്പമുണ്ട്, വണ്ടി ഇവിടം വരെ വരും. കാറൊക്കെ ആണെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്, ബൈക്കൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ മാക്സിമം വരാൻ നോക്കണം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ഇതൊരു റിസർവ് ഏരിയയാണ്. അപ്പോൾ വരുമ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ പോലീസൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. വളരെ റിസ്ക് കൂടിയൊരു സ്ഥലമാണ്. അപ്പോൾ കാണാൻ പറ്റുന്നുള്ളവർ വന്ന് കാണുക. ഇവിടെ പിന്നെ എൻട്രി ഫീസ് അങ്ങനെയൊന്നുമില്ല, കാരണം ടൂറിസ്റ്റ് ഏരിയ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.